5, 4, 3, 2, 1, 0. इस समय आप अपने स्क्रीन पे देख रहे हैं 2 S-200 रॉकेट प्लस 5 सेकंड दोनों का प्रज्वलन हो गया है और उससे ഭാരതത്തിന്റെ ബഹിരാകാശ യാത്രകൾ ഇന്നലെ, ഇന്ന്, നാളെ. ചിത്രീകരണം ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. ഭൂഗുരുത്വത്തെ വേഗം കൊണ്ട് മറികടക്കാമെങ്കിൽ ബഹിരാകാശ സഞ്ചാരം സാധ്യമാണെന്ന് ഐസക് ന്യൂട്ടൺ പറഞ്ഞത് 1687 പിന്നെയും 270 വർഷങ്ങൾ കഴിഞ്ഞാണ് ഭൂമിക്ക് അപ്പുറത്തേക്ക് മനുഷ്യനിർമ്മിത ഉപഗ്രഹം കുതിച്ചത്. ശീതയുദ്ധം 50കളുടെ അവസാനത്തോടെ ബഹിരാകാശ യുദ്ധമായി മാറിയിരുന്നു. ഈ യുദ്ധത്തിൽ അമേരിക്കയെ പിന്തള്ളി സോവിയറ്റ് യൂണിയൻ ബഹുദൂരം മുന്നിലെത്തി ആദ്യ കൃത്രിമോപഗ്രഹം വിക്ഷേപിച്ചു. 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 23 ഇഞ്ച് വ്യാസമുള്ള തുടച്ചു മിനുക്കിയ ഒരു ലോഹഗോളമായിരുന്നു. 3 ആഴ്ച ഭൂമിയെ ഭ്രമണം ചെയ്ത് അത് നിശ്ചലമായെങ്കിലും ബഹിരാകാശ യുദ്ധം അവിടെ തുടങ്ങുകയായിരുന്നു. ബഹിരാകാശത്ത് മനുഷ്യന്റെ അവസ്ഥ എന്താകും, അന്യഗ്രഹജീവികൾ ആക്രമിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് മറുപടി തേടാൻ ആദ്യം ഗുരുത്വാകർഷണം മറികടക്കുമ്പോൾ ജീവജാലങ്ങൾക്ക് എന്തു സംഭവിക്കണം എന്നറിയണമായിരുന്നു. ഇതിനായി ലേക്ക എന്ന നായയെ സ്പുട്നിക് 2 1957 നവംബർ 3 സോവിയറ്റ് യൂണിയൻ ബഹിരാകാശത്തെത്തിച്ചു. ബഹിരാകാശത്ത് അമേരിക്ക പിച്ചുവച്ചു തുടങ്ങുന്നതിന് മുൻപാണ് ഈ ചരിത്ര നേട്ടം സോവിയറ്റ് യൂണിയൻ സ്വന്തമാക്കിയത്. സോവിയറ്റ് യൂണിയന്റെ ഈ പ്രവർത്തനങ്ങളിൽ നിരാശ പൂണ്ട അമേരിക്കയ്ക്ക് മുന്നോട്ട് കുതിക്കാനുള്ള ഊർജം അങ്ങനെ കൈവന്നു. നാസ രൂപീകരിച്ച് ഒരാഴ്ച പിന്നിടുമ്പോൾ തന്നെ അവരുടെ മനുഷ്യ ബഹിരാകാശ ദൗത്യം പ്രഖ്യാപിച്ചു. ഇതിനായി പ്രൊജക്ട് മെർക്കുറി എന്ന പദ്ധതിക്ക് രൂപം നൽകുകയും ചെയ്തു. പക്ഷേ 1959 ചന്ദ്രന് മുകളിലൂടെ ലൂണ 1 എന്ന പേടകമയച്ചും ലൂണ 2 ചന്ദ്രനിൽ ഇടിച്ചിറക്കിയും സോവിയറ്റ് യൂണിയൻ ബഹുദൂരം മുന്നിലെത്തി. എന്നാൽ അമേരിക്കയുടെ ആദ്യ 3 പദ്ധതികൾ കത്തിയമർന്നത് അവരെ പടുനിരാശയിലാഴ്ത്തി. 1961 ഏപ്രിൽ 12 സോവിയറ്റ് യൂണിയന്റെ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിൻ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ 1 മണിക്കൂർ 48 മിനിറ്റ് ചെലവഴിച്ച് മടങ്ങിയെത്തി. അതിലൂടെ ബഹിരാകാശത്ത് മനുഷ്യന്റെ നേട്ടങ്ങളുടെ പുതിയ കാൽവയ്പിന് തുടക്കം കുറിച്ചു. 1961 മെയ് 25 അമേരിക്കൻ പാർലമെന്റിനെ അടിയന്തരമായി അഭിസംബോധന ചെയ്ത ജോൺ എഫ് കെന്നഡി അമേരിക്കയുടെ ചാന്ദ്രദൌത്യം പ്രഖ്യാപിച്ചു. ഈ പതിറ്റാണ്ടിന് മുൻപ് ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കി തിരിച്ചുകൊണ്ടുവരുന്ന കാര്യത്തിൽ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നായിരുന്നു പ്രഖ്യാപനം. 1962 ഫെബ്രുവരി 20 ജോൺ ഹെലൻ ഭ്രമണം പൂർത്തിയാക്കിയതോടെയാണ് അമേരിക്ക അവരുടെ ഒരു ഘട്ടം പൂർത്തിയാക്കിയത്. ജീവനും മരണത്തിനുമിടയിലൂടെയുള്ള നൂൽപാലത്തിലൂടെയായിരുന്നു മെർക്കുറി ദൌത്യത്തിലെ പലരുടെയും യാത്ര. 1962 ഹൂസ്റ്റണിൽ റൈസ് സർവകലാശാലയുടെ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ 40,000-ഓളം വരുന്ന ജനക്കൂട്ടത്തിനോട് അഭിസംബോധന ചെയ്ത കെന്നഡി ഇങ്ങനെ പറഞ്ഞു: We shall send to the moon 240,000 miles away a giant rocket more than 300 feet tall on an untried mission to an unknown celestial body and then return it safely to Earth. But why, some say, the moon? Why choose this as our goal? And they may well ask, why climb the highest mountain? Why 35 years ago fly the Atlantic? We choose to go to the moon. We choose to go to the moon. We choose to go to the moon in this decade and do the other things, not because they are easy, but because they are hard. Because that goal will serve to organize and measure the best of our ഭാരതത്തിന്റെ ബഹിരാകാശ ചരിത്രം സാങ്കേതിക മുന്നേറ്റങ്ങളുടെയും ശാസ്ത്ര നേട്ടങ്ങളുടെയും ഒരു യാത്രയാണ്. ബഹിരാകാശ ഗവേഷണത്തിലേക്കുള്ള ഭാരതത്തിന്റെ കാൽവെപ്പ് 1960കളുടെ തുടക്കത്തിലാണ്. വിവിധ ദേശീയ ആവശ്യങ്ങൾക്കായുള്ള ബഹിരാകാശ സാങ്കേതിക വിദ്യയും അതിന്റെ ആപ്ലിക്കേഷനുകളും വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച ഒരു സമിതിയാണ് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. ഇത് ആറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലായിരുന്നു. ഓഗസ്റ്റ് 23 നമ്മൾ ആദ്യമായി നാഷണൽ സ്പേസ് ഡേ ആചരിക്കുന്ന ഈ സന്ദർഭത്തിൽ
ISRO കടന്നു വന്നിട്ടുള്ള ആ വഴികൾ, അതിൻ്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ ചർച്ച ചെയ്യേണ്ടതും മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമാണ്. ഭാരത് മാതാ കോളേജ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്സ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മനീഷ് മൈക്കിൾ. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ സ്ഥാപകൻ ഡോക്ടർ വിക്രം സാരാഭായിയാണ്. അദ്ദേഹം ഒരു ശാസ്ത്ര ദർശകനും ദീർഘവീക്ഷണമുള്ള ശാസ്ത്രജ്ഞനുമായിരുന്നു. 1957 സോവിയറ്റ് റഷ്യ സ്പുട്നിക് വിക്ഷേപിച്ചതിന് ശേഷം ഉപഗ്രഹങ്ങൾ നൽകുന്ന സാധ്യതകൾ അദ്ദേഹം തിരിച്ചറിഞ്ഞു. സ്വാതന്ത്ര്യാനന്തരം ഭാരതത്തിൻ്റെ വളർച്ചയ്ക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യ അത്യന്താപേക്ഷിതമാണെന്ന് നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം വിക്രം സാരാഭായിയെ ചെയർമാനാക്കിക്കൊണ്ട് 1961 ബഹിരാകാശ ഗവേഷണം ആണവോർജ വകുപ്പിൻ്റെ അധികാരപരിധിക്ക് കീഴിലാക്കിയിരുന്നു. നെഹ്റുവിൻ്റെ നിർദ്ദേശപ്രകാരം 1962 വിക്രം സാരാഭായി ചെയർമാനായി ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് അഥവാ INCOSPAR സ്ഥാപിതമായി. കേരളത്തിൻ്റെ തീരദേശ പ്രദേശമായ തുമ്പയിൽ ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ സ്ഥാപിക്കപ്പെട്ടു. അന്തരീക്ഷ പഠനത്തിനായിട്ടുള്ള സൗണ്ടിങ് റോക്കറ്റുകളായിരുന്നു ഇവിടെ ആദ്യ കാലഘട്ടത്തിൽ വിക്ഷേപിച്ചുകൊണ്ടിരുന്നത്. 2023 ആഗസ്റ്റ് 23 ഇന്ത്യൻ ബഹിരാകാശ സംഘടന അതിന്റെ ചരിത്രത്തിൽ വളരെ നിർണായകമായ ഒരു കാൽവെപ്പ് നടത്തി. ചാന്ദ്രയാൻ 3 എന്ന ബഹിരാകാശ പദ്ധതിയോടെ ചന്ദ്രനിൽ ബഹിരാകാശ പേടകം ഇറക്കിയ 4ാമത്തെ രാജ്യമെന്ന അപൂർവ ബഹുമതിക്ക് നമ്മുടെ രാജ്യം അർഹയായി. കൊച്ചി സർവകലാശാല എമറിറ്റസ് പ്രൊഫസർ അമ്പാട്ട് വിജയകുമാർ. ഈ സുദിനം ആഘോഷിക്കുവാനായി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിച്ചു. ഈ വർഷം ആഗസ്റ്റ് 23 ആദ്യത്തെ ബഹിരാകാശ ദിനമാണ്. ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ ഈ വർഷത്തെ തീം ടച്ചിങ് ലൈഫ്സ് വൈൽ ടച്ചിങ് ദ മൂൺ, ഇന്ത്യ സ്പേസ് സാഗ എന്നതാണ്. 1970കൾ ആശയവൽക്കരണത്തിന്റെ കാലഘട്ടമായിരുന്നെങ്കിൽ 1980കൾ പരീക്ഷണ കാലഘട്ടമായിരുന്നു. ഉപഗ്രഹ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിലും ശബ്ദമുള്ള റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഉപഗ്രഹ വിക്ഷേപണ വാഹനങ്ങൾ, വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾ തുടങ്ങിയ നൂതന പദ്ധതികൾക്ക് അടിത്തറപാകാൻ ഇക്കാലത്ത് ISROയ്ക്ക് കഴിഞ്ഞു. 1969 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് എനർജിയുടെ കീഴിൽ INCOSPAR പ്രോഗ്രാമിൽ നിന്ന് പ്രത്യേകമായി സൃഷ്ടിക്കപ്പെട്ടു. 1972 ജൂണിൽ ISRO പ്രത്യേകമായി സ്പേസ് ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ച് അതിന്റെ കീഴിലേക്ക് ഇന്ത്യ ഗവൺമെന്റ് മാറ്റുകയുണ്ടായി. ഡോക്ടർ APJ അബ്ദുൽ കലാം, പ്രൊഫസർ UR റാവു, പ്രൊഫസർ സതീഷ് ധവാൻ, ഡോക്ടർ കസ്തൂരി രംഗൻ, പ്രൊഫസർ MGK മേനോൻ, ഡോക്ടർ G മാധവൻ നായർ തുടങ്ങിയവർ വിക്രം സാരാഭായിയുടെ കീഴിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും ചെയ്തു. സത്യത്തിൽ ISROവിന്റെ വളർച്ചയുടെ കഥ ഇവരുടെയൊക്കെ ജീവിതകഥ കൂടിയാണ്. 1963 തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനിൽ നിന്നും ഒരു സൗണ്ടിങ് റോക്കറ്റ് വിക്ഷേപിച്ചു. അമേരിക്കൻ, ഫ്രഞ്ച്, റഷ്യൻ, ബ്രിട്ടീഷ് നിർമ്മിത റോക്കറ്റുകളായിരുന്നു അക്കാലത്ത് ഉപയോഗിച്ചിരുന്നത്. തദ്ദേശീയമായ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത് അധികം വൈകാതെ ഖര ഇന്ധനം ഉപയോഗിച്ച് രോഹിണി റോക്കറ്റുകൾ വികസിപ്പിച്ചു തുടങ്ങി. 1980 SLV-3 1981 ആദ്യ പരീക്ഷണ വാർത്താവിനിമയ ഉപഗ്രഹവും 2004 GSLV-യും മറ്റും വിക്ഷേപിച്ച് നമ്മുടെ രാജ്യം ബഹിരാകാശ ഗവേഷണ രംഗത്ത് മേൽക്കോയ്മ നേടി. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന റിമോട്ട് സെൻസിംഗ് ആശയവിനിമയ ആവശ്യങ്ങളും മുൻനിർത്തി ഇന്ത്യ സാറ്റലൈറ്റ് സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ തുടങ്ങി. തുടക്കത്തിൽ തന്നെ മനുഷ്യനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ബഹിരാകാശ പരിപാടികൾക്കോ മറ്റു റോബോട്ടിക് ബഹിരാകാശ പര്യവേഷണങ്ങൾക്കോ പകരം സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമായ പ്രായോഗിക ദൗത്യങ്ങളിലാണ് ഇന്ത്യ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. സോവിയറ്റ് കോസ്മോസ് 3M വിക്ഷേപണ വാഹനം ഉപയോഗിച്ച് 1975 ഇന്ത്യ നമ്മുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചു. 1979 പുതുതായി സ്ഥാപിതമായ ഇന്ത്യയുടെ 2ാമത്തെ വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഇന്ത്യയുടെ വളരെ വർഷങ്ങളുടെ ഗവേഷണത്തിന്റെ ഫലമായിട്ടുള്ള SLV വിക്ഷേപിക്കാൻ തയ്യാറായി. 1979 ആദ്യ വിക്ഷേപണം പരാജയമായിരുന്നു. എങ്കിലും ആ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ശാസ്ത്രജ്ഞർ അത് 1980 ആയപ്പോൾ വീണ്ടും നമ്മൾ പ്രശ്നം പരിഹരിച്ചു അതിനെ വിക്ഷേപിച്ചു.
ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ തദ്ദേശീയ ഉപഗ്രഹത്തിന്റെ പേര് രോഹിണി ഒന്നെന്നാണ്. 1983 ആരംഭിച്ച ഇൻസാറ്റ് സീരീസാണ് ഇന്ത്യയിലെ ടെലികമ്മ്യൂണിക്കേഷൻ വിപ്ലവത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. ഇതൊരു ജിയോ സ്റ്റേഷനറി അഥവാ ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഭ്രമണം ചെയ്യുന്ന 9 പ്രവർത്തന ആശയവിനിമയ ഉപഗ്രഹങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനമാണ്. ഇത് ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സംവിധാനം ഏഷ്യ പസഫിക് മേഖലയിലെ തന്നെ ഏറ്റവും വലിയ ആഭ്യന്തര ആശയവിനിമയ ഉപഗ്രഹ സംവിധാനങ്ങളിൽ ഒന്നാണ്. 1992 അടുത്ത തലമുറയിലെ വിക്ഷേപണ വാഹനമായ ASLVയുടെ ആദ്യഘട്ട വിക്ഷേപണം വിജയകരമായി നടത്തിയത്. ഈ ഘട്ടത്തിൽ വളരെ ചെറിയ പേലോഡുകൾ മാത്രം ഭ്രമണപഥത്തിലെത്തിക്കാൻ കഴിയുന്ന വിക്ഷേപണ വാഹനം അതിൻ്റെ ലക്ഷ്യം നേടിയിരുന്നു. 1993 ഇസ്രോയെ അതിൻ്റെ എല്ലാ നേട്ടങ്ങളുടെയും കൊടുമുടിയിലോട്ട് എത്തിക്കാൻ പ്രാപ്തമാക്കിയ അതിൻ്റെ അഭിമാനമായ PSLV എന്ന വിക്ഷേപണ വാഹനത്തിൻ്റെ വിക്ഷേപണ ശ്രമം നടത്തി. ആദ്യത്തെ ശ്രമം പരാജയമായിരുന്നു. ആദ്യത്തെ വിജയകരമായ വിക്ഷേപണം 1994 നടത്തുന്നത്. അതിനുശേഷം ഈ PSLV ISROയുടെ ഏറ്റവും വിശ്വാസയോഗ്യമായ വർക്ക് ഹോഴ്സ് ലോഞ്ച് വെഹിക്കിൾ എന്ന ഒരു പദവിയിലോട്ട് എത്തുകയുണ്ടായി. പിന്നീട് നടന്ന വളരെ സുപ്രധാനമായ എല്ലാ വിക്ഷേപണങ്ങൾക്കും ചുക്കാൻ പിടിച്ചത് ഈ ISROയുടെ PSLV ലോഞ്ചിങ് വെഹിക്കിളാണ്. PSLVയിലൂടെ ഭ്രമണപഥത്തിലെത്തിയ റിമോട്ട് സെൻസിംഗ് കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ക്ലസ്റ്റർ സൃഷ്ടിക്കുകയും ഇന്ത്യയുടെ വ്യവസായത്തിനും കാർഷിക മേഖലയ്ക്കും അതുല്യമായ വിവരങ്ങൾ നൽകി പോരുകയും ചെയ്യുന്നു. SLV, ASLV തുടങ്ങിയ വികസന വിക്ഷേപണ വാഹനങ്ങൾ എന്നിവയുടെ പരീക്ഷണ കാലഘട്ടം കൂടിയായിരുന്നു അത്. തുടർന്ന് ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം ഇൻസാറ്റ്, ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റ് സിസ്റ്റം IRS, പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ PSLV എന്നിവയുടെ വികസനത്തിനും പ്രവർത്തനത്തിനും ISRO കൂടുതൽ ഊന്നൽ നൽകി. തുടർച്ചയായ പ്രകടന നവീകരണങ്ങൾ റോക്കറ്റിന്റെ പേലോഡ് ശേഷി ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ പ്രവർത്തനത്തിലുള്ള ഏറ്റവും ശക്തമായ ഇന്ത്യയുടെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് GSLV ആണ്. GSLVയുടെ ആദ്യ പറക്കൽ നടന്നത് 2001 GSLVയുടെ അവസാന ഘട്ടത്തിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ക്രയോജനിക് എഞ്ചിനാണ്. ഇത് 2007 പരീക്ഷിക്കുകയുണ്ടായി. നമ്മളിപ്പോൾ ഓഗസ്റ്റ് 23 സ്പേസ് ഡേ, നാഷണൽ ബഹിരാകാശ ദിനം ആചരിക്കുമ്പോൾ അത് കഴിഞ്ഞ 2023 ചന്ദ്രയാൻ 3 വിജയം എല്ലാ കാലവും ഓർമ്മിക്കാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ദിനം ബഹിരാകാശ ദിനമായി ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്തത്. ആധുനിക ബഹിരാകാശ യാത്രയ്ക്കൊക്കെ മുൻപ് ചന്ദ്രനെ ലക്ഷ്യമാക്കി ഒരു യാത്ര നടന്നിട്ടുണ്ട്. വെടിമരുന്ന് നിറച്ച 47 മുളന്തണ്ടുകൾക്ക് മുകളിൽ ഉറപ്പിച്ച വ്യാളിമുഖമുള്ള സിംഹാസനത്തിലിരുന്ന് ചന്ദ്രനിലേക്ക് പോകാൻ തുനിഞ്ഞ ആ മനുഷ്യന്റെ പേരാണ് വ്യാൻ ഹൂ. 1909 ഒക്ടോബർ 2 സയന്റിഫിക് അമേരിക്കനിൽ വന്ന ലേഖനത്തിലൂടെയാണ് ചൈനക്കാരനായ വ്യാൻ ഹ്യൂവിനെ പാശ്ചാത്യ ലോകം അറിയുന്നത്. ചന്ദ്രനിലേക്ക് യാത്ര പുറപ്പെട്ട വ്യാൻ ഹൂവിന്റെ ചേതനയറ്റ ശരീരം വ്യാൻ ജേഷൻ മലനിരകളിൽ നിന്ന് കണ്ടെത്തിയെന്നാണ് ലേഖനത്തിലുണ്ടായിരുന്നത്. മിത്തായാലും ചരിത്രമായാലും വ്യാൻ ഹൂവിന്റെ നാട്ടുകാർ പിന്നെ ചന്ദ്രനിലേക്ക് പോവുക തന്നെ ചെയ്തു. 2007 ഒക്ടോബർ 24 ലോങ് മാർച്ച് 3A റോക്കറ്റിൽ കുതിച്ച ചാംങ്ങി 1 സെപ്റ്റംബർ 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. എന്നാൽ സോഫ്റ്റ് ലാൻഡിംഗ് എന്ന സ്വപ്ന നേട്ടം കൈവരിച്ചത് ചാംങ്ങി ശ്രേണിയിലെ മൂന്നാമനാണ്. 2013 ഡിസംബർ 1 യാത്ര തുടങ്ങിയ ചാംങ്ങി 3 ഡിസംബർ 14 ചന്ദ്രനിലിറങ്ങി. ചാംങ്ങി 4 ചൈന ഒരു പടി കൂടെ മുന്നിലോട്ട് പോയി. ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്ത് ലാൻഡ് ചെയ്യുന്ന ആദ്യ മനുഷ്യനിർമ്മിത ഉപഗ്രഹം എന്ന ഖ്യാതി 2019 ജനുവരി 3 ചാംങ്ങി 4 ചൈന സ്വന്തമാക്കി. ചൈനയ്ക്ക് പിന്നാലെ ആ വലിയ നേട്ടത്തിന് ഇന്ത്യയും ഒരുങ്ങിക്കഴിഞ്ഞു. ഓർബിറ്റർ ചന്ദ്രനിലിറങ്ങാതെ ചന്ദ്രന് ചുറ്റും ഭ്രമണം വയ്ക്കുന്നു. ചന്ദ്രന്റെ വിവരങ്ങൾ ശേഖരിച്ച് ഭൂമിയിലേക്ക് എത്തിക്കുക എന്നതാണ് ഓർബിറ്ററിന്റെ പ്രധാന ദൗത്യം. 1 വർഷക്കാലം ഇതിന് പ്രവർത്തിക്കാൻ കഴിയും. ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് 100 കിലോമീറ്റർ ഉയരത്തിലാവും ഓർബിറ്റർ ഭ്രമണം ചെയ്യുക. രണ്ടാമത്തെ മൊഡ്യൂളായ ലാൻഡർ ഇറങ്ങേണ്ട സ്ഥലത്തിന്റെ ചിത്രങ്ങൾ എടുക്കാൻ ഉപയോഗിക്കുന്ന ഹൈ റെസൊല്യൂഷൻ ക്യാമറയാണ് ഓർബിറ്ററിന്റെ പ്രധാന ഉപകരണങ്ങളിലൊന്ന്. ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തുന്ന ഓർബിറ്ററിൽ നിന്ന് ലാൻഡർ വേർപെട്ട് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗിലൂടെ ഇറങ്ങുന്നു. കോടിക്കണക്കിന് വർഷം പഴക്കമുള്ള വലിയ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ സ്ഥലമാണിത്. മൂന്നാമത്തെ മൊഡ്യൂളായ റോവറിനെ സുരക്ഷിതമായി ചന്ദ്ര ഉപരിതലത്തിൽ എത്തിക്കുക എന്നതാണ് ലാൻഡറിന്റെ പ്രധാന ദൗത്യം. 1471 കിലോയാണ് ലാൻഡറിന്റെ ഭാരം. 15 ദിവസമാണ് ഇതിന്റെ ആയുസ്.
റോബോട്ടിക് സാങ്കേതികവിദ്യയാണ് 6 ചക്രത്തിലോടുന്ന റോവറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രവർത്തനം പൂർണ്ണമായും സൗരോർജ്ജത്തിലാണ്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങുന്ന ലാൻഡറിൽ നിന്നാണ് റോവർ പുറത്തിറങ്ങുന്നത്. ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങി 4 മണിക്കൂറുകൾക്ക് ശേഷമേ റോവർ പുറത്തുവരികയുള്ളൂ. ഒരു ചാന്ദ്ര ദിവസമാണ്, അതായത് ഭൂമിയിലെ 14 ദിവസമാണ് റോവറിന്റെ ആയുസ്. ചന്ദ്രന്റെ പാറകളുടെയും മണ്ണിന്റെയും ഘടന പഠിക്കുന്ന റോവർ ആ വിവരം ലാൻഡറിൽ എത്തിക്കും. ലാൻഡറിൽ നിന്ന് തത്സമയം വിവരങ്ങൾ ഭൂമിയിലെത്തും. ചന്ദ്രയാൻ 2 ദൌത്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പങ്കുവച്ച സന്ദേശത്തിൽ നിന്ന്. मेरे प्यारे देशवासियों, मुझे पूरा विश्वास है कि आपको आसमान के भी पार अंतरिक्ष में भारत की सफलता के बारे में जरूर गर्व हुआ होगा. चंद्रयान 2 राजस्थान के जोधपुर से संजीव हरिपुरा, कोलकाता से महेंद्र कुमार डागा, तेलंगाना से पी अरविंद राव, ऐसे अनेक देश भर के अलग अलग भागों से कई लोगों ने मुझे नरेंद्र मोदी ऐप और माई गॉव पर लिखा है और उन्होंने मन की बात में चंद्रयान 2 के बारे में चर्चा करने का आग्रह किया है. दरअसल स्पेस की दृष्टि से 2019 भारत के लिए बहुत अच्छा साल रहा है. हमारे वैज्ञानिकों ने मार्च में A-सैट लॉन्च किया था और उसके बाद चंद्रयान 2 चुनाव की आपाधापी में उस समय A-सैट जैसी बड़ी और महत्वपूर्ण खबर की ज्यादा चर्चा नहीं हो पाई थी, जबकि हमने A-सैट मिसाइल से महज 3 मिनट में 300 किलोमीटर दूर सैटेलाइट को मार गिराने की क्षमता हासिल की. यह उपलब्धि हासिल करने वाला भारत दुनिया का चौथा देश बना और अब 22 जुलाई को पूरे देश ने गर्व के साथ देखा कि कैसे चंद्रयान 2 ने श्रीहरिकोटा से अंतरिक्ष की ओर अपने कदम बढ़ाए. चंद्रयान 2 के प्रक्षेपण की तस्वीरों ने देशवासियों को गौरव और जोश से प्रसन्नता से भर दिया. चंद्रयान 2 यह मिशन कई मायनों में विशेष है. चंद्रयान 2 चांद के बारे में हमारी समझ को और भी स्पष्ट करेगा. इससे हमें चांद के बारे में ज्यादा विस्तार से जानकारियां मिल सकेगी. लेकिन अगर आप मुझसे पूछें कि चंद्रयान 2 से मुझे कौन सी 2 बड़ी सीख मिली, तो मैं कहूंगा ये 2 सीख हैं, फेथ और फियरलेसनेस, यानी विश्वास और निर्भीकता. हमें अपने टैलेंट्स और कैपेसिटीज पर भरोसा होना चाहिए. अपनी प्रतिभा और क्षमता पर विश्वास करना चाहिए. आपको ये जानकर खुशी होगी कि चंद्रयान 2 पूरी तरह से भारतीय रंग में ढला है. यह हार्ट एंड स्पिरिट से भारतीय है. पूरी तरह से एक स्वदेशी मिशन है. इस मिशन ने एक बार फिर यह साबित कर दिया है कि जब बात नए नए क्षेत्र में कुछ नया कर गुजरने की हो, इनोवेटिव झील की हो, तो हमारे वैज्ञानिक सर्वश्रेष्ठ हैं, विश्व स्तरीय हैं. दूसरा महत्वपूर्ण पाठ यह है कि किसी भी व्यवधान से घबराना नहीं चाहिए. जिस प्रकार हमारे वैज्ञानिकों ने रिकॉर्ड समय में दिन रात एक करके सारे टेक्निकल इश्यूज को ठीक कर चंद्रयान 2 को लॉन्च किया, वह अपने आप में अभूतपूर्व है. वैज्ञानिकों की इस महान तपस्या को पूरी दुनिया ने देखा. इस पर हम सभी को गर्व होना चाहिए. और व्यवधान के बावजूद भी पहुंचने का समय उन्होंने बदला नहीं, इस बात का भी बहुतों को आश्चर्य है. हमें अपने जीवन में भी टेम्पररी सेटबैक्स यानी अस्थायी मुश्किलों का सामना करना पड़ता है, लेकिन हमेशा याद रखिए, इससे पार पाने का सामर्थ्य भी हमारे भीतर ही होता है. मुझे पूरी उम्मीद है कि चंद्रयान 2 अभियान देश के युवाओं को സയൻസ് ഓർ ഇന്നോവേഷൻ മെർക്കുറി പദ്ധതിക്ക് ശേഷം ജെമിനി പദ്ധതി വന്നു. ഒരാൾക്കു പകരം 2 പേർക്ക് കൂടെ പോകാനുള്ള പദ്ധതി. ഇത് മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കാനുള്ള അപ്പോളോ പദ്ധതിക്ക് വഴികാട്ടിയായി. മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാൻ ഏകദേശം ഒരാഴ്ചയെങ്കിലും എടുക്കും. ഈ സമയമത്രയും ബഹിരാകാശത്ത് ജീവിക്കാൻ കഴിയുമോ എന്ന പരീക്ഷണമാണ് ജെമിനിയുടെ ആദ്യ ദൌത്യങ്ങൾ. ചന്ദ്രനിൽ എത്തണമെങ്കിൽ മാതൃപേടകത്തിൽ നിന്ന് ഒരു ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങുകയും തിരികെ കൂടിച്ചേരുകയും വേണം. അതിനുശേഷം തിരികെ ഭൂമിയിലെത്തണം. ബഹിരാകാശത്തുവച്ച് ഈ വേർപിരിച്ചിലും കൂടിച്ചേരലും പരീക്ഷിച്ചത് ജെമിനി പദ്ധതിയിലാണ്. മനുഷ്യൻ ബഹിരാകാശത്ത് നടക്കുക അഥവാ സ്പേസ് വാക്ക് നടന്നതും ജെമിനി ദൌത്യത്തിലായിരുന്നു. ജെമിനിയുടെ പരീക്ഷണ വിജയത്തോടെയാണ് ചന്ദ്രനിൽ
മനുഷ്യനെ ഇറക്കുക എന്ന ദൌത്യത്തോടെ അപ്പോളോ വരുന്നത്. ഇതിനൊക്കെ മുൻപ് 1966 സോവിയറ്റ് യൂണിയൻ ലൂണ 9 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുകയും ലൂണ 10 ചന്ദ്രനെ പൂർണ്ണ ഭ്രമണം നടത്തുകയും ചെയ്തു. ചന്ദ്രനു വേണ്ടിയുള്ള പോരാട്ടം രൂക്ഷമായ കാലഘട്ടത്തിലെത്തിയപ്പോഴാണ് അമേരിക്ക സാറ്റൈ 5 എന്ന ആകാശ ഭീമൻ റോക്കറ്റിൽ അപ്പോളോ ദൌത്യം ആരംഭിച്ചത്. അത് വിജയത്തിലേക്കുള്ള ആദ്യ കുതിപ്പായിരുന്നു. AS-204 എന്ന അപ്പോളോ പേടകം വിക്ഷേപണത്തിന് 3 ആഴ്ച മുമ്പ് 1967 ജനുവരി 27 പരീക്ഷണത്തിനിടെ കത്തിനശിച്ചു. വിർജിൽ ഐ ഗസ് ഗ്രിസം, റോഗർ ബി ചാഫെ, എഡ് വൈറ്റ് എന്നീ ബഹിരാകാശ യാത്രികർ വെന്തുമരിച്ചു. ദുരന്തത്തിന് പിന്നാലെ അപ്പോളോ 2, 3 എന്നിവ ഒഴിവാക്കി. 10 മാസത്തിനകം മനുഷ്യനില്ലാത്ത പദ്ധതി അപ്പോളോ 4 പരീക്ഷിച്ച് വിജയിപ്പിച്ചു. കമാൻഡ് മോഡ്യൂൾ 9 മണിക്കൂർ ബഹിരാകാശത്ത് ചെലവഴിച്ച് ശാന്തസമുദ്രത്തിൽ തിരിച്ചിറങ്ങി. ചന്ദ്രനിൽ ഇറങ്ങാനുള്ള ലൂണാർ മൊഡ്യൂൾ മനുഷ്യൻ കയറാതെ മുകളിലേക്ക് എത്തിച്ചു അപ്പോളോ 5. ചന്ദ്രനിൽ ഇറങ്ങുന്ന മൊഡ്യൂളും ചന്ദ്രനിൽ നിന്ന് തിരിച്ചു കയറുന്ന മൊഡ്യൂളും ചന്ദ്രനിൽ എത്താതെ പരീക്ഷിക്കുക എന്നതായിരുന്നു അപ്പോളോ 5ന്റെ പരീക്ഷണം. അതിനുശേഷമുള്ള അപ്പോളോ 6 ഭാഗിക വിജയമായിരുന്നു. 3ാമത്തെ ഘട്ടത്തിൽ ജ്വലനം നടക്കാത്തതിനാൽ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് മുന്നോട്ട് കുതിക്കാനായില്ല. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള പാതയിൽ കയറാതെ പരീക്ഷണം അവസാനിപ്പിച്ചു. പക്ഷേ പരാജയങ്ങൾ നാസയെ തളർത്തിയില്ല. 1968 ഒക്ടോബർ 11 3 ബഹിരാകാശ യാത്രികരുമായി അപ്പോളോ 7 പറന്നുയർന്നു. വോൾട്ടർ എം ഷിറയായിരുന്നു കമാൻഡർ. ഷിറയടക്കം 3 പേർക്കും പനി പിടിപെട്ടതിനാൽ നിയന്ത്രണ കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ കഴിഞ്ഞില്ല. ഇതിന് തുടർച്ചയായി വന്ന അപ്പോളോ 8 3 ബഹിരാകാശ സഞ്ചാരികളുമായി ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തി 10 തവണ വലം വച്ചു. തിരിച്ചുവരില്ല എന്ന ആശങ്കകൾക്കൊടുവിൽ അവർ തിരിച്ചെത്തി. മനുഷ്യന് ചന്ദ്രനിലിറങ്ങാൻ ലൂണാർ മൊഡ്യൂൾ പരീക്ഷിക്കുക എന്നതായിരുന്നു അപ്പോളോ 9ന്റെ ദൌത്യം. ആളില്ലാത്ത ലൂണാർ 5 പരീക്ഷിച്ച ലൂണാർ മൊഡ്യൂൾ ബഹിരാകാശ സഞ്ചാരികളെ വെച്ച് അപ്പോളോ 9 പരീക്ഷിച്ച് വിജയിപ്പിച്ചു. ചന്ദ്രനിൽ ഇറങ്ങിയില്ല എന്നതൊഴിച്ച് ബാക്കി എല്ലാ പരീക്ഷണവും നടത്തി അപ്പോളോ 10. അപ്പോളോ 10 സഞ്ചാരികളുടെ പേടകമായ ലൂണാർ മൊഡ്യൂൾ ചന്ദ്രനിലെ 15 കിലോമീറ്റർ അടുത്തുവരെ എത്തി. അത്രയും അടുത്തെത്തിയിട്ട് ചന്ദ്രനിൽ ഇറങ്ങാതെ തിരിച്ചു വന്നു അപ്പോളോ 10. തോമസ് പി സ്റ്റാർഫോർഡായിരുന്നു കമാൻഡർ. ചന്ദ്രന്റെ തൊട്ടടുത്തെത്തിയാൽ പേടകത്തിലുള്ളവർക്ക് ചന്ദ്രനിൽ ഇറങ്ങാനുള്ള സാധ്യത കണക്കിലെടുത്ത് കുറച്ച് ഇന്ധനം മാത്രമാണ് ഇതിൽ നിറച്ചത്. അപ്പോളോ 11ന്റെ ഡ്രസ് റിഹേഴ്സൽ മാത്രമാണ് അപ്പോളോ 10ന്റെ ജോലി. ചാന്ദ്രസ്പർശം എന്ന ചരിത്രത്തിൽ ഇടം പിടിക്കാനുള്ള നിയോഗം അപ്പോളോ 11നായിരുന്നു. മനുഷ്യരാശി കാത്തിരുന്നു. 1969 ജൂലൈ 16 നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ഇ ആൽഡ്രിൻ ജൂനിയർ, മൈക്കൽ കോളിൻസ് എന്നിവർക്കായിരുന്നു ആ ഭാഗ്യദൌത്യത്തിന്റെ ചുമതല. മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുമെന്ന് ജോൺ എഫ് കെന്നഡി അമേരിക്കൻ ജനതയോട് പറഞ്ഞ ദശാബ്ദം അവസാനിക്കാൻ 6 മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ജൂലൈ 16 രാവിലെ 9:32 അതായത് ഇന്ത്യൻ സമയം വൈകിട്ട് 7:02 അപ്പോളോ 11 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് പറന്നുയർന്നു. Okay, Charlie, we're in the limb. The tracking index mark is the same. Roger, we copy. Houston, Apollo 11. സാറ്റേൺ 5 SA-506 എന്ന 110 മീറ്റർ ഉയരമുള്ള ആകാശ ഭീമൻ റോക്കറ്റായിരുന്നു വിക്ഷേപണ വാഹനം. ഏറ്റവും മുകളിലായിരുന്നു നീൽ ആംസ്ട്രോങ്ങും എഡ്വിനും മൈക്കൽ കോളിൻസും കയറിയ പേടകം. ഇതിനും 3 ഭാഗങ്ങളുണ്ടായിരുന്നു. ചന്ദ്രനിൽ ഇറങ്ങാനുള്ള ഈഗിൾ എന്ന ലാൻഡർ ഉൾപ്പെടുന്ന മൊഡ്യൂൾ, ലൂണാർ മൊഡ്യൂൾ ചന്ദ്രനിൽ ഇറങ്ങുമ്പോൾ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ ചന്ദ്രനെ ചുറ്റിത്തിരയുന്ന കൊളംബിയ എന്ന കമാൻഡ് മൊഡ്യൂൾ, ഇതിന് ഇന്ധനം നൽകുന്ന സർവീസ് മൊഡ്യൂൾ എന്നിവ ചേർന്നതായിരുന്നു ഇത്. കമാൻഡ് മൊഡ്യൂളിലായിരുന്നു സഞ്ചാരികൾ. ഇതിനു മുകളിൽ ലോഞ്ച് എസ്കേപ്പിംഗ് സിസ്റ്റവും ഘടിപ്പിച്ചിരുന്നു. വിക്ഷേപണത്തിൽ അടിയന്തര സാഹചര്യമുണ്ടായാൽ എസ്കേപ്പിംഗ് സിസ്റ്റം മൊഡ്യൂളിനെ റോക്കറ്റിൽ നിന്ന് ഏറെ അകലെ എത്തിച്ച് സഞ്ചാരികളെ രക്ഷപ്പെടുത്തും. 67 കിലോമീറ്റർ ദൂരത്തെത്തിയതിനു ശേഷം ആദ്യഘട്ടം വേർപെട്ടു. 175 കിലോമീറ്റർ ദൂരത്തിൽ 2ാം ഘട്ടവും അവസാനിച്ചു. 3ാം ഘട്ടത്തിലെ ജ്വലനത്തിലൂടെ 190 കിലോമീറ്റർ അകലെയുള്ള ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തി. 1.5 ഭ്രമണം പൂർത്തിയാക്കി ചാന്ദ്രയാത്രികർ ചാന്ദ്രഭ്രമണപഥത്തിലേക്ക് കുതിച്ചു. വിക്ഷേപണത്തിന് 2 മണിക്കൂറിന് ശേഷം ലൂണാർ മൊഡ്യൂളിനെ പൊതിഞ്ഞിരിക്കുന്ന പാനലുകൾ മാറി. കമാൻഡ് മൊഡ്യൂളും സർവീസ് മൊഡ്യൂളും ഒന്നിക്കുന്ന പേടകം വേർപെട്ട് 109 ഡിഗ്രി തിരിഞ്ഞ് S4Bയിലുള്ള ലൂണാർ മൊഡ്യൂളിനെ മുന്നിൽ ഘടിപ്പിച്ചു. അതോടെ സാറ്റേൺ റോക്കറ്റിന്റെ 3ാം ഘട്ടവും അവസാനിച്ചു. The lunar module Eagle
was again given a thorough checkout to ensure the functioning of all systems, as Armstrong and Aldrin prepared to seal themselves off from Collins in the command module and for the two craft to pull apart. 2, 3, 4, 5, 5, 4, 3, 2, 1. Houston out, over. Okay, it's go there, Capcom on the hot fire. Okay, all flight controllers going around the horn, gonna go for undocking. Okay, retro, go. Fido, go. Guide, go. Control, go. Telcom, go. GNC, go. Ecom, go. Surgeon, go. Capcom, we're go for undocking. Hello, Eagle, Houston, we're standing by, over. ചന്ദ്രന്റെ അടുത്തെത്തിയ അപ്പോളോ 11 പേടകം ചന്ദ്രന്റെ ഭ്രമണപഥത്തിലൂടെയായി ഭ്രമണം. ജൂലൈ 20 ചന്ദ്രന്റെ മറുഭാഗത്തുള്ളപ്പോൾ കമാൻഡ് മൊഡ്യൂളിൽ നിന്നുള്ള നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ഇ ആൾഡ്രിൻ ജൂനിയറും ഈഗിൾ എന്ന ലൂണാർ മൊഡ്യൂളിലേക്ക് കയറി. പിന്നീട് ദി കൊളംബിയ എന്ന കമാൻഡ് മൊഡ്യൂളിൽ നിന്ന് വേർപെട്ട് ചന്ദ്രനിലേക്ക് പതിയെ ഇറങ്ങാൻ തുടങ്ങി. ചന്ദ്രന്റെ ഉപരിതലത്തിൽ 1800 മീറ്റർ ഉയരത്തിലെത്തിയപ്പോൾ മുന്നിലെ സ്ക്രീനിൽ ഒരു തെറ്റായ സന്ദേശം കണ്ടു. ഇറങ്ങാൻ തീരുമാനിച്ച സ്ഥലത്തെ ഗർത്തമായിരുന്നു വെല്ലുവിളി. നിശ്ചയിച്ചിരുന്നതിലും അകലെ ഒരിടത്ത് ഈഗിൾ ചന്ദ്രനിലിറങ്ങി. അപ്പോൾ ജൂലൈ 20 രാത്രി 8:17 ഇന്ത്യയിൽ ജൂലൈ 21 പുലർച്ചെ 1:47 ഈഗിളിൽ നിന്ന് താഴേക്കു വിരിച്ച ഏണിപ്പടി ചന്ദ്രനിൽ നിന്ന് അല്പം ഉയർന്നതായിരുന്നു. അവസാനത്തെ പടിയിൽ നിന്നും ചന്ദ്രന്റെ മണ്ണിലേക്ക് കാലെടുത്തു വച്ചു നീൽ ആംസ്ട്രോങ്. പിന്നെ ചരിത്രത്തിൽ ഇടം പിടിച്ച ആ വാക്കുകൾ ഉരുവിട്ടു. മനുഷ്യന് ഒരു ചെറിയ കാൽവയ്പ്, മാനവരാശിക്ക് ഒരു വമ്പൻ കുതിപ്പ്. Very, very fine grained as you get close to it. It's almost like a powder. Ground mass is very fine. And step off the limb. That's one small step for man, one giant leap for mankind. That's one small step for man, one giant leap for man. ആ 3 യാത്രികർ ലോകത്തിന്റെ തന്നെ തിളക്കമാർന്ന യാത്രയുടെ ചരിത്രമായി മാറി. 1972 അപ്പോളോ 17 ദൗത്യത്തോടെ അമേരിക്ക മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുന്ന ദൗത്യങ്ങൾ അവസാനിപ്പിച്ചു. 50 വർഷത്തിനു ശേഷം അമേരിക്ക പിന്നെയും തയ്യാറെടുക്കുകയാണ് 2024 ഒരു വനിതയെ ചന്ദ്രനിലെത്തിക്കാൻ. ചന്ദ്രയാൻ 2 നിർണായക ഘട്ടം പിന്നിട്ടുകഴിഞ്ഞു. ചന്ദ്രനെ ചുറ്റുന്ന ഓർബിറ്ററിൽ നിന്ന് ലാൻഡർ വേർപെട്ടു. ലാൻഡറിനുള്ളിലാണ് ചന്ദ്രന്റെ പ്രതലത്തിൽ സഞ്ചരിച്ച് ഗവേഷണം നടത്താനുള്ള റോവർ ഘടിപ്പിച്ചിരിക്കുന്നത്. ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഇതിന്റെ തുടക്കം 2008 ചന്ദ്രയാൻ 1 ദൗത്യത്തിലൂടെയായിരുന്നു. ഈ ദൗത്യമാണ് ചന്ദ്രനിൽ ജലത്തിന്റെ സാന്നിധ്യം ആദ്യമായി സ്ഥിരീകരിച്ചത്. അതുപോലെ തന്നെ ചന്ദ്രോപരിതലത്തിൽ പതിച്ച മൂൺ ഇമ്പാക്ട് പ്രോബ് എന്ന ഉപകരണത്തിലൂടെ ഭാരതം അതിൻ്റെ നമ്മുടെ ദേശീയ പതാക ചന്ദ്രനിൽ എത്തിക്കുവാനും നമുക്ക് കഴിഞ്ഞു. 2013 ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വയുടെ ഭ്രമണത്തിൽ പ്രവേശിച്ച ആദ്യത്തെ ഏഷ്യൻ ബഹിരാകാശ രാജ്യമായി ഭാരതം മാറി. ഭാരതത്തിൻ്റെ അഭിമാനമായ മംഗൾയാൻ, തുടർന്ന് GSLV റോക്കറ്റിനായുള്ള ക്രയോജനിക് അപ്പർ സ്റ്റേജ് പ്രവർത്തനക്ഷമമായി. ഈ ക്രയോജനിക് സ്റ്റേജിലൂടെ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഈ ക്രയോജനിക് എഞ്ചിനിലൂടെ ഇന്ത്യ സമ്പൂർണ്ണ വിക്ഷേപണ ശേഷിയുള്ള 6ാമത്തെ രാജ്യമായി മാറി. ഭാരമേറിയ ഉപഗ്രഹങ്ങൾക്കും ഭാവിയിലെ മനുഷ്യ ബഹിരാകാശ ദൗത്യങ്ങൾക്കുമായി 2014 ഒരു പുതിയ ഹെവി ലിഫ്റ്റ് ലോഞ്ചർ LV-M3 അവതരിപ്പിച്ചു. 2023 ഓഗസ്റ്റ് 23 ISROയുടെ 3ാം ചന്ദ്രദൗത്യം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ബഹിരാകാശ പേടകം വിജയകരമായി ഇറക്കിയ ആദ്യത്തെ രാഷ്ട്രമായി മാറി. സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അഥവാ SLV പദ്ധതി ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയിലെ ഒരു നിർണായക നാഴികക്കല്ലായിരുന്നു. ഇത് ഒരു ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കുവാൻ പര്യാപ്തമായ ഒരു തദ്ദേശീയ വിക്ഷേപണ വാഹനം വികസിപ്പിക്കാനുള്ള രാജ്യത്തിന്റെ ആദ്യത്തെ മുന്നേറ്റമായിരുന്നു. ഭൂമിയെ പോലെയുള്ള മറ്റൊരു ഗ്രഹത്തിലേക്കുള്ള ആ സ്വപ്നത്തിലേക്കുള്ള യാത്രയിലേക്കുള്ള 1ാമത്തെ ചുവടുവയ്പ്പാണ് ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും മറ്റുമുള്ള ദൗത്യങ്ങൾ, യാത്രകൾ എന്നിവ. മഹാത്മാഗാന്ധി സർവകലാശാല ഭൗതികശാസ്ത്രം വിഭാഗം മുൻ മേധാവി പ്രൊഫസർ ഇന്ദുലേഖ. അത്തരമൊരു യാത്രയുടെ ഊർജ ആവശ്യങ്ങൾ ചിന്തിച്ചാലോ. യന്ത്രവത്കൃത ബോട്ടുകൾ, മോട്ടോർ വാഹനങ്ങൾ, വിമാനങ്ങൾ തുടങ്ങിയവ വെള്ളത്തിൻ്റെ, റോഡിൻ്റെ അഥവാ വായുവിൻ്റെ ഘർഷണത്തിന് എതിരെ നീങ്ങുവാൻ നിരന്തരമായി ഊർജം ഉപയോഗിക്കുന്നു. പെട്രോൾ, ഡീസൽ തുടങ്ങിയ കെമിക്കൽ രീതിയിൽ ഊർജം നൽകുന്ന വസ്തുക്കൾ അഥവാ ഇലക്ട്രിക് ഊർജം, കെമിക്കൽ രീതിയിൽ ശേഖരിക്കപ്പെട്ട ബാറ്ററികൾ തുടങ്ങിയവ നാം ഇതിനായി ഉപയോഗിക്കുന്നു. ഗ്രഹങ്ങൾക്കും നക്ഷത്രങ്ങൾക്കും ഇടയിലുള്ള വലിയ ദൂരത്തിൽ അവയുടെ വലിപ്പത്തെ അപേക്ഷിച്ച് 10 ബില്യൺ മടങ്ങ് വരെ അധികം ദൂരങ്ങളിൽ ആണ്
ഇവ നിൽക്കുന്നത്. അതിനാൽ ഗ്രഹങ്ങൾക്ക് അടുത്ത് എത്തുമ്പോൾ മാത്രമേ ഗുരുത്വാകർഷണത്തെ മറികടക്കുവാനോ പേടകത്തിൻ്റെ സഞ്ചാരഗതിയെ മാറ്റുവാനോ മാത്രമേ നമ്മൾക്ക് റോക്കറ്റ് പ്രവർത്തിപ്പിക്കേണ്ടതുള്ളൂ. പക്ഷേ ഗ്രഹങ്ങളുടെ ഗുരുത്വാകർഷണത്തെ മറികടക്കുവാൻ വളരെയധികം ഊർജം ആവശ്യം വേണ്ടിവരുന്നു. ഈ ഊർജം നൽകേണ്ടുന്ന ഊർജദം ഫ്യൂവലിൻ്റെ കൂടി ഭാരം വഹിച്ചു വേണം റോക്കറ്റ് വിക്ഷേപിക്കുവാൻ. ഫ്യൂവൽ തീരുമ്പോൾ എന്ത് എന്നതിന് വോയേജറിലേതുപോലെ കുറേ കാലം തുടർന്ന് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ ന്യൂക്ലിയർ ഫ്യൂവൽ ഉപയോഗിച്ചു. ഇന്നത്തെ ഈ മേഖലയിലെ ഗവേഷണം നമ്മുടെ പരിസ്ഥിതിയെ മലിനപ്പെടുത്തുന്ന മനുഷ്യവിസർജ്യം അടക്കമുള്ള മാലിന്യങ്ങളെ പുളിപ്പിച്ച് ഊർജിതങ്ങളാക്കി മാറ്റുവാൻ തക്കവിധമുള്ള സൂക്ഷ്മ ജീവാണു വികസനം, പ്ലാസ്മ എഞ്ചിൻ വികസനം, പ്ലാസ്മ എഞ്ചിനുകൾ ഗഗനചാരികളുടെ മൂത്രം പ്രവർത്തന വസ്തുവാക്കി ഉപയോഗിക്കാവുന്ന രീതിയിൽ വേണമെങ്കിലും ആകാം എന്നത് രീതിയിലുള്ള ഗവേഷണം വരെ ഉണ്ട്. മനുഷ്യമൂത്രം റീസൈക്കിൾ ചെയ്താണ് ജലത്തിൻ്റെ തുടർ ലഭ്യത പേടകത്തിൽ ഉറപ്പാക്കുന്നത് എന്നത് ഇവിടെ നമ്മൾ മറക്കരുത്. PSLV, GSLV, LVM-3, SSLV എന്നീ വിക്ഷേപണ വാഹനങ്ങളും ഭൂമിയുടെ വിവിധ ഭ്രമണപഥങ്ങളിലേക്കും ചന്ദ്രന്റെയും ചൊവ്വയുടെയും ഭ്രമണപഥങ്ങളിലേക്കും ഉപഗ്രഹങ്ങളെ സ്ഥാപിക്കുന്നതിൽ നമ്മെ സഹായിച്ചു. 2023 സെപ്റ്റംബർ 2 PSLV ഇന്ത്യ അതിൻ്റെ ആദ്യ സൗരദൗത്യം നമ്മൾ സൂര്യ ഒബ്സർവേറ്ററി ആദിത്യ L1 വിജയകരമായി വിക്ഷേപിച്ചു. ഭൂമി ഒരു വർഷം കൊണ്ട് സൂര്യനെ ചുറ്റുമ്പോൾ ചൊവ്വ ഏകദേശം 2 വർഷമെടുത്ത് ആണ് സൂര്യനെ ചുറ്റുന്നത്. ഏറ്റവും കുറച്ച ഇന്ധനച്ചെലവിൽ ഭൂമിയുടെ ആകർഷണ വലയം വിടുകയും കൃത്യമായി സഞ്ചരിച്ചു ചെന്ന് ചൊവ്വയെ ചുറ്റത്തക്കവണ്ണം ചൊവ്വയുടെ ആകർഷണ വലയത്തിൽ പ്രവേശിക്കുകയും വേണം. ഇടിച്ചു വീണാൽ പോരല്ലോ. ഭാരതം മംഗൾയാൻ 1 ദൗത്യത്തിൽ ശക്തിയേറിയ GSLV റോക്കറ്റ് ഉപയോഗിച്ച് പേടകത്തെ ഭൂമിയിൽ നിന്ന് അകറ്റുവാൻ ഉദ്ദേശിച്ചു. പക്ഷേ ശക്തി കുറഞ്ഞ PSLV റോക്കറ്റ് ഉപയോഗിക്കേണ്ടി വന്നു. ഭൂമി ഒരു ഫോക്കസിൽ വരുന്ന രീതിയിൽ ദീർഘവൃത്താകാരമായ ഭ്രമണപഥം എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ പേടകത്തെ ആക്കുന്നു. തുടർന്ന് പതിയെ റോക്കറ്റ് എഞ്ചിൻ കൃത്യമായി പ്രവർത്തിപ്പിച്ച് മേജർ ആക്സിസ് കൂട്ടിക്കൊണ്ടുവരുന്നു. സ്പീഡ് കൂട്ടിക്കൊണ്ടുവന്ന് റോക്കറ്റ് എഞ്ചിൻ പ്രവർത്തിപ്പിച്ച് ചൊവ്വയിലേക്കുള്ള പാതയിലേക്ക് വിക്ഷേപിക്കുന്നു. ഓർബിറ്റ് ഇൻസർഷൻ. മറ്റൊരു ദീർഘവൃത്താകാരത്തിൻ്റെ ഭാഗമായ പാതയിലൂടെ സഞ്ചരിച്ച് പേടകം ഏകദേശം 9 മാസമെടുത്ത് ചൊവ്വയുടെ അടുത്ത് എത്തുന്നു. റോക്കറ്റ് എഞ്ചിൻ പ്രവർത്തിപ്പിച്ച് ഗതി നിയന്ത്രിച്ച് ചൊവ്വയെ ദീർഘവൃത്താകാരത്തിൽ ചുറ്റുന്ന വിധത്തിൽ പേടകത്തെ ആക്കുന്നു. തുടർന്ന് റോക്കറ്റ് എഞ്ചിൻ വിപരീത ദിശയിലേക്ക് പ്രവർത്തിപ്പിച്ച് പതിയെ മേജർ ആക്സിസ് കുറച്ചു കൊണ്ടുവന്ന് ചൊവ്വയെ അടുത്ത് ചുറ്റുന്ന ഭ്രമണപഥത്തിൽ ആക്കുന്നു. ചൊവ്വയിൽ ഇറക്കാനുള്ള പേടകത്തെ വഹിക്കുന്നുണ്ടെങ്കിൽ ഈ താഴ്ന്ന ഭ്രമണപഥത്തിൽ നിന്ന് ഇറക്കുവാൻ സാധിക്കും. ദീർഘവൃത്താകാര ഓർബിറ്റിൻ്റെ ഗ്രഹവുമായുള്ള ദൂരം കുറയ്ക്കുന്നത് അഥവാ കൂട്ടുന്നത് ഗ്രഹത്തിനടുത്തേക്ക് വന്ന് കറങ്ങി തിരിഞ്ഞ് അകലുവാൻ ആരംഭിക്കുന്ന സമയത്ത് നൽകുന്ന പിടുത്തം അഥവാ ഉന്ത് വഴിയാണ്. ഇനി ചൊവ്വ യാത്രയുടെ സമയരേഖ നോക്കാം. ചൊവ്വ യാത്രാസമയം 9 മാസം. പക്ഷേ എത്തിപ്പെട്ടാൽ പിന്നെ തിരിച്ചു പുറപ്പെടുവാൻ 3 മാസം കാക്കണം. കാരണം യാത്രയ്ക്കുള്ള ഗഗനപാതയിൽ കയറാൻ ചൊവ്വയും ഭൂമിയും സൗകര്യപ്രദമായ വിന്യാസത്തിൽ എത്തണം. അങ്ങനെ 3 മാസം ചൊവ്വയിൽ കാത്തതിന് ശേഷം മാത്രമേ തിരിച്ചു പുറപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. ഇനി ഒരു മാർസ് ഓർബിറ്റർ മിഷൻ ആയിരുന്നു മംഗൾയാൻ 1. ഓർബിറ്റർ ഗ്രഹത്തെ അഥവാ മാർസ് അഥവാ ചന്ദ്രനെ ചുറ്റും. ഇമ്പാക്ട് പ്രോബാണെങ്കിൽ ഇടിച്ചിറങ്ങും. ലാൻഡർ ഉപരിതലത്തിൽ ഇറങ്ങും. റോവർ ഉപരിതലത്തിൽ സഞ്ചരിക്കും. നാസയുടെ ഇൻജെന്യൂറ്റി മാർസിൻ്റെ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ച ഹെലികോപ്റ്റർ ആണ്. ജപ്പാൻ്റെ ഹയബൂസ ഒരു സാമ്പിൾ റിട്ടേൺ മിഷനായിരുന്നു. ഒരു ആസ്റ്റിറോയിഡ് ക്ഷുദ്രഗ്രഹത്തിൽ പോയി ഒരു സാമ്പിൾ ശേഖരിച്ച് അത് തിരിച്ച് ഭൂമിയെ കടന്ന് അടുത്തുകൂടി പോകുന്ന അവസരത്തിൽ ഭൂമിയിലേക്ക് എറിഞ്ഞു തന്ന് അത് മറ്റൊരു ദൗത്യത്തിനായി പുറപ്പെട്ടു പോയി. ചന്ദ്രയാൻ ദൗത്യത്തിന് ഉപയോഗിച്ചതിലേക്കും അധികം കാര്യക്ഷമതയുള്ള സൗരോർജ്ജ പാനലുകൾ വേണ്ടി വന്നു ചൊവ്വ ദൗത്യത്തിന്. ചൊവ്വ സൂര്യനിൽ നിന്ന് കൂടുതൽ ദൂരത്തിലായതിനാലാണിത്. വിദ്യുത്കാന്ത തരംഗങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് സഞ്ചരിച്ച ചൊവ്വയിലും മറിച്ചും എത്തുവാൻ 45ഓളം മിനിറ്റ് വരെ എടുക്കും. അതിനാൽ പെട്ടെന്ന് വേണ്ടിവരുന്ന ചെറുകിട തീരുമാനങ്ങൾ സ്വന്തം നിലയിൽ കൈക്കൊണ്ട് നടപ്പിലാക്കുവാൻ വേണ്ടുന്ന സ്വന്തം കമ്പ്യൂട്ടർ കൺട്രോൾ സ്ഥാപിക്കുകയും ചെയ്തു.
ചൊവ്വ ദൗത്യത്തിൽ മംഗൾയാനിൽ. ചന്ദ്രയാനിന് ഇത് വേണ്ടി വന്നില്ല. കാരണം ചന്ദ്രനിലേക്കുള്ള വിദ്യുത് കാന്ത തരംഗങ്ങളുടെ സഞ്ചാര സമയം ഏകദേശം 1.5 സെക്കൻഡോളം മാത്രമേ ഉള്ളൂ. പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമായ RLV, LEX എന്നിവയുടെ സ്വയംഭരണ ലാൻഡിംഗും വിജയകരമായി നടത്തിയിരിക്കുകയാണ് ISRO. ഉയർന്ന പേലോഡ് ശേഷിയുള്ള അടുത്ത തലമുറ വിക്ഷേപണ വാഹനങ്ങൾ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ISRO നടത്തിവരുന്നുണ്ട്. ടെലിവിഷൻ സംപ്രേഷണം, VSAT സേവനങ്ങൾ, ഇന്റർനെറ്റ് ബ്രോഡ്ബാൻഡ്, സെല്ലുലാർ ബാക്ക് ഹോളിംഗ്, ദ്വീപ് കണക്ടിവിറ്റി, ടെലിമെഡിസിൻ, ടെലി എഡ്യൂക്കേഷൻ എന്നീ ആപ്ലിക്കേഷനുകളുടെ ആവശ്യകതകൾ നിറവേറ്റാനായി ഉയർന്ന ശേഷിയുള്ള വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾ ISRO ജിയോ സ്റ്റേഷനറി ഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിച്ചിട്ടുണ്ട്. കൂടാതെ കാറ്റോസാറ്റ്, ഓഷ്യൻസാറ്റ് എന്നിവയും ഭൌമതലത്തിൽ വിക്ഷേപിച്ചിരിക്കുന്നു. വെള്ളപ്പൊക്കം, കാട്ടുതീ, ഭൂകമ്പം, ഉരുൾപൊട്ടൽ, സുനാമി തുടങ്ങിയ സംഭവങ്ങളിൽ സാറ്റലൈറ്റുകളുടെ പങ്ക് വളരെ വലുതാണ്. ഭുവൻ, മോസ്ഡാക്, വേദാസ് തുടങ്ങിയ പ്ലാറ്റ്ഫോമിലൂടെ സാറ്റലൈറ്റ് ഡാറ്റ ഏകീകരിക്കുകയും അത് ഉപയോക്താക്കൾക്ക് ലഭ്യമാകുകയും ചെയ്യുന്നുണ്ട്. നാസയുടെ ഡീപ് സ്പേസ് നെറ്റ്വർക്കിലൂടെയാണ് ബഹിരാകാശ പേടകങ്ങളിൽ ആശയവിനിമയം ചെയ്യുന്നത്. നാസയുടെ ഇന്റർപ്ലാനറ്ററി സ്പേസ് ക്രാഫ്റ്റ് മിഷനെ സഹായിക്കുന്ന ഈ സംവിധാനം അമേരിക്കയിലെ കാലിഫോർണിയ, സ്പെയിനിലെ മാഡ്രിഡ്, ഓസ്ട്രേലിയയിലെ കാൻബറ എന്നിവിടങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ചന്ദ്രയാനിന്റെ കാര്യം പറയാം. ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്ക് ഈ ബഹിരാകാശ പേടകം യാത്ര ചെയ്യുമ്പോഴും ഈ പേടകം ചന്ദ്രനിൽ എത്തിയ ശേഷവും ആശയവിനിമയം ചെയ്യുന്നത് കോഡുകൾ ഉപയോഗിച്ചാണ്. ഇന്ത്യക്കാരായ RC ബോസ്, DK റേ ചൌധരി എന്നിവരും ഫ്രഞ്ചുകാരനായ ഹോക്കൻഗാമും ചേർന്ന് 1960 വികസിപ്പിച്ചെടുത്ത BCH കോഡ്സിന്റെ ഉപയോഗം നാസയിലും നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലാബറട്ടറിയിലും ഉണ്ട്. ISROവിന്റെ അഭിമാനകരമായ ഗഗൻയാൻ പ്രൊജക്ട് അടുത്ത വർഷം ആരംഭിക്കാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. മലയാളിയ പ്രശാന്ത് B. നായർ ഈ പദ്ധതിയിൽ പങ്കെടുക്കാൻ സാധ്യതയുള്ളതായി അറിയുന്നു. 1984 രാകേഷ് ശർമ്മ എന്ന ഭാരതീയ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ആദ്യത്തെ ബഹിരാകാശ യാത്രികനായി. അതിനുശേഷമുള്ള 40 വർഷത്തിൽ നമ്മുടെ രാജ്യം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ബഹുദൂരം പോയിട്ടുണ്ട്. മംഗൾയാൻ 2 പദ്ധതിയിട്ട് വരികയാണ്. ഒരു 100 കിലോഗ്രാം വരെ നിരീക്ഷണ പരീക്ഷണ ഉപകരണങ്ങളുമായി ഉള്ള ഒരു ഓർബിറ്റർ വേണമോ എന്ന് ആലോചിച്ചു. മറ്റു രീതിയിൽ കടന്നുള്ള ഒരു പദ്ധതിയിൽ റോവറും ഹെലികോപ്റ്ററും സ്കൈ ക്രെയിനും സൂപ്പർസോണിക് പാരച്യൂട്ടും അടക്കം ഉള്ള മുന്നോട്ട് ശ്രമിക്കാവുന്ന സങ്കേതങ്ങൾ നിരവധിയാണ്. ഏതാകും എന്നുള്ള അനൗൺസ്മെന്റ് വന്നിട്ടില്ല. ISROയുടെ ഗഗൻയാൻ പദ്ധതി മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ബൃഹത് പദ്ധതിയാണ്. ബഹിരാകാശ സഞ്ചാരികളെ 400 കിലോമീറ്റർ ഉയരത്തിൽ 1 മുതൽ 3 ദിവസം വരെ ഭ്രമണപഥത്തിൽ എത്തിച്ച് അവരെ സുരക്ഷിതമായി ഭൂമിയിലെത്തിക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശലക്ഷ്യം. അതിനുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണ് ഇപ്പോൾ. ഈ ഡെമോൺസ്ട്രേഷൻ മിഷനുകളിൽ 2035ഓടെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന പേരിൽ ഒരു ഇന്ത്യൻ ബഹിരാകാശ നിലയം യാഥാർത്ഥ്യമാക്കാനും 2040ഓടെ ഇന്ത്യക്കാരനെ ചന്ദ്രനിൽ എത്തിക്കാനും ഭാരതത്തിനാകും. 2035 तक अंतरिक्ष में भारत का अपना स्पेस स्टेशन होगा जो हमें स्पेस के अज्ञात विस्तार को जानने में मदद करेगा. നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, 1969 ഇസ്രോ സ്ഥാപിതമാകുമ്പോൾ ബഹിരാകാശത്ത് മനുഷ്യൻ എത്തിക്കഴിഞ്ഞിരുന്നു. 1969 ആദ്യ മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തി കഴിഞ്ഞിരുന്നു. ഈ വസ്തുത മനസ്സിലാക്കി നമ്മൾ ISROയുടെ നേട്ടങ്ങളെ നോക്കിക്കാണുമ്പോൾ കഴിഞ്ഞ 6 പതിറ്റാണ്ടിനുള്ളിൽ ISROയുടെ വളർച്ച ഏവരെയും ആശ്ചര്യപ്പെടുത്തുന്നതും ഭാരതത്തിൻ്റെ സ്ഥാനം, സാങ്കേതിക വിദ്യയോടെ നമ്മൾ ആർജിച്ചെടുത്ത നേട്ടങ്ങൾ മറ്റ് രാജ്യങ്ങൾക്ക് മുന്നിലോട്ട് ഉയർത്തിപ്പിടിക്കുന്നതുമാണ്. ഈ നേട്ടങ്ങളിലേക്ക് വഴിതെളിച്ച വിക്രം സാരാഭായിയെ പോലെ, ഹോമി ജെ ബാബയെ പോലെ, APJ അബ്ദുൽ കലാമിനെ പോലെ അനേകം പ്രതിഭകളെ സ്മരിച്ചുകൊണ്ട് മാത്രമേ ഈ ബഹിരാകാശ ദിനം നമുക്ക് ആഘോഷിക്കാനാകൂ. ദേശീയ ബഹിരാകാശ ദിനത്തിൽ എല്ലാ സ്ഥാപനങ്ങളിലും പ്രദർശിപ്പിക്കാൻ ഇന്ത്യൻ ചാന്ദ്ര ദൗത്യങ്ങളെയും ഭാവി പദ്ധതികളെയും കുറിച്ചുള്ള ഡോക്യുമെന്ററി ഇംഗ്ലീഷിലും മലയാളത്തിലും തയ്യാറാക്കിയിട്ടുണ്ട്. വിക്രം സാരാഭായി സ്പേസ് സെന്റർ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ അശോക്. രാജ്യത്തിലെ വിവിധ ISRO കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിൽ 7 മേഖലകളായി തിരിച്ചാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കേരളം, ലക്ഷദ്വീപ്, മാഹി എന്നിവ ഉൾപ്പെടുന്ന സോൺ 7ലെ പരിപാടികൾ നടത്തുന്നത് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ
ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ, ഇസ്രോ ഇനേർഷ്യൽ സിസ്റ്റം യൂണിറ്റ്, ഇസ്രോ പ്രൊപ്പൽഷൻ കോംപ്ലക്സ് എന്നീ കേന്ദ്രങ്ങളും ഇസ്രോയുടെ വിദ്യാഭ്യാസ ഇൻസ്റ്റിറ്റ്യൂട്ടായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ചേർന്നിട്ടാണ് ചെയ്യുന്നത്. ലക്ഷദ്വീപിലും മാഹിയിലും കേരളത്തിലും സ്കൂളുകൾ ഉൾപ്പെടുത്തിയിരുന്ന ടെക്നിക്കൽ സെമിനാറുകൾ, പാനൽ ചർച്ചകൾ, ഇന്ററാക്റ്റീവ് സെഷനുകൾ എന്നിവ ഒരു ഏകദിന ശില്പശാലയായി സംഘടിപ്പിച്ചു. ഇതിനോടൊപ്പം സ്പേസ് എക്സിബിഷനും ക്വിസ് മത്സരങ്ങളും കൂടി ചേർന്നപ്പോൾ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും വളരെയേറെ പ്രയോജനകരമായ പരിപാടികളായി മാറി. ISRO വികസിപ്പിച്ച ഭുവൻ പോർട്ടലിൽ സ്പോട്ട് യുവർ നെയ്ബർഹുഡ് അഥവാ നിങ്ങളുടെ ലൊക്കേഷൻ മാപ്പ് ചെയ്യുക എന്ന സങ്കേതം പല സ്ഥാപനങ്ങളും പരിചയപ്പെടുത്തി. ലോകമെമ്പാടുമുള്ള മറ്റു ബഹിരാകാശ ഏജൻസികളുമായി ISRO സജീവമായി സഹകരിക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യയിലും ആപ്ലിക്കേഷനുകളിലും വൈദഗ്ധ്യം പങ്കിടൽ മാത്രമല്ല, രാജ്യങ്ങളുമായി കൈകോർത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. BSSC, LPSC, IISU, IPRC, IIST എന്നിവിടങ്ങളിലെ ലാബുകളിലും ഉപകരണങ്ങളെയും പൊതുജനങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ഓപ്പൺ ഹൗസ് നടത്തി. ഒട്ടേറെ പൊതുജനങ്ങൾ കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും വിദഗ്ധരുമായി ആശയവിനിമയം നടത്തുകയും ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് വിലപ്പെട്ട ഉൾക്കാഴ്ച നേടുകയും ചെയ്തു. ബഹിരാകാശ ശാസ്ത്ര ദൗത്യങ്ങളായ ആസ്ട്രോസാറ്റ്, ആദിത്യ L1, എക്സ്പോസാറ്റ് എന്നീ പദ്ധതികളും രാജ്യത്തിന് ഊർജം നൽകുന്ന ഒന്നാണ്. നിർണായക സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചുകൊണ്ട് ചന്ദ്രനെയും ചൊവ്വയെയും കുറിച്ച് പഠിക്കാൻ ചന്ദ്രയാൻ, മാർസ് ഓർബിറ്റൽ ദൗത്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഈ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി തീരട്ടെ. ഭാരതത്തിന്റെ ബഹിരാകാശ യാത്രകൾ ഇന്നലെ, ഇന്ന്, നാളെ. ചിത്രീകരണം ഇവിടെ പൂർണ്ണമാകുന്നു. ആഖ്യാനം മഞ്ജു പ്രസന്ന, ഷാജി യോഹന്നാൻ. രചന അജേഷ് കുമാർ എം, സയന്റിസ്റ്റ് ഇ, നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷ്യനോഗ്രാഫിക് ലബോറട്ടറി. നിർവഹണം NS ജയമോഹൻ.